കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണം കടുപ്പിച്ച് സിപിഐ. തൃശൂരിൽ വാടക വീടെടുത്ത് വോട്ട് ചേർത്തത് ഗൌരവകരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതിയുമായി കെഎസ്യു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. തൃശൂരിൽ വ്യാജ മേൽവിലാസങ്ങൾ നൽകി വോട്ടുകൾ ചോർന്ന സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് എം.എ. ബേബി. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. ഓണത്തിന് വില ഉയരുമെന്ന് വ്യാപാരികൾ. നാലമ്പല ദർശനത്തിന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. സംഗമേശ്വരനെ ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ ഒഴുകിയെത്തിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. അടുത്ത ഘട്ടത്തിൽ പെറ്റ് വെർച്വൽ സൂകളും ഒരുങ്ങും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണം കടുപ്പിച്ച് സിപിഐ. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാടക വീടെടുത്ത് വോട്ട് ചേർത്തത് ഗൌരവതരമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം ഉള്ളിടത്തോളം കാലം മൗനം പൂണ്ടിരിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരം പറയേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകും. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസത്തിൽ പൂങ്കുന്നത്തുണ്ടായ വോട്ടർ കേന്ദ്രത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന ശ്രീ കെ.പി. രാജേന്ദ്രനും എം.കെ. കണ്ണനും ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ട് പോയി അത് രേഖാമൂലം പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിലപാടിൽ മാറ്റമില്ല. നിലപാട് മാറ്റി തന്നെ വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യേണ്ട. മൗനമുള്ളവരുടെ കോട്ടകൾ ലംഘിച്ച് തുറപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അവർക്കെല്ലാം ചരിത്രത്തിനോടും യാഥാർത്ഥ്യങ്ങളോടും ജനാധിപത്യത്തിനോടും മറുപടി പറയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിലെ അസാന്നിധ്യം ചർച്ചയാകുന്നു. അതിനിടെ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിലും പരാതി ലഭിച്ചു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി നൽകിയത്. ഗുരുവായൂർ ഈസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്കു ശേഷം എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണെന്ന് ഗോകുൽ പരാതിയിൽ പറയുന്നു. അതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്നാണ് ആവശ്യം. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കന്യാസ്ത്രീകളുടെ വിഷയമടക്കമുണ്ടായപ്പോഴും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും മന്ത്രി പരിഹസിച്ചിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ഡൽഹിക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണോ എന്നാണ് ആശങ്കയെന്നും യുഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പരിഹസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ ബിജെപി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതാരോപിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പുന്നമ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷനായി. TH മുഹമ്മദ് ഷെഫീഖ്, PJ രാജു, കുട്ടൻ മച്ചാട് തുടങ്ങിയവർ സംസാരിച്ചു. ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നിയവാസങ്ങൾ കാണിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ പ്രത്യേക തരത്തിലുള്ള അതിവേഗതയിലുള്ള പുനർരൂപീകരണം, അതിൽ നിന്ന് പേരുകൾ കൂട്ടിച്ചേർക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യാനുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാദ്യമായി പ്രഖ്യാപിച്ചത്. ഇവിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള വിമർശനം, ഇത്തരമൊരു കാര്യം SIR പോലുള്ള ഒരു ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ്
നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വട്ടം ചർച്ച ചെയ്യാൻ ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോഴും ഞങ്ങളോട് പറഞ്ഞില്ലത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. വോട്ടർ പട്ടിക പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊടുന്നനെ പത്രത്തിലൂടെയാണ് അറിഞ്ഞത്. അതുതന്നെ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നതിന്റെ തെളിവാണ്. രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമാണ്. BJP ഭരണത്തിന്റെ അനുബന്ധം പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും MA ബേബി പറഞ്ഞു. വ്യാജ മേൽവിലാസങ്ങൾ നൽകി 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും MA ബേബി പറഞ്ഞു. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. 1 ലിറ്റർ വെളിച്ചെണ്ണ 480-500 രൂപയ്ക്കാണ് വിറ്റഴിക്കുന്നത്. കേരളത്തിലെ തേങ്ങയോൽപാദനം കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില കൂടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. 1 കിലോ തേങ്ങയ്ക്ക് മൊത്തവില 70 രൂപയും ചില്ലറ വില 75 മുതൽ 80 രൂപ വരെയും ഉയർന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെങ്ങിൽ നിന്ന് 15-ൽ താഴെ തേങ്ങ മാത്രമാണ് ലഭിക്കുന്നത്. അതും വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയരുന്നതിനാൽ കേരളത്തിലെ കർഷകർക്ക് യാതൊരുവിധ ലാഭവും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മായം ചേർത്ത വെളിച്ചെണ്ണയാണ് കൂടുതലും കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. വളരെ ലോക്കൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മളെടുത്ത് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ വെളിച്ചെണ്ണ വരുന്നുണ്ട്, പക്ഷേ ഇത് കംപ്ലീറ്റ് മായം കംപ്ലീറ്റ് ചേർത്തിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുന്നത്. ബ്രാൻഡ് വെളിച്ചെണ്ണ എല്ലാം 500 മുകളിൽ ലിറ്ററിന് നമുക്ക് വരുന്നുണ്ട്. വില ഉയരുകയാണെങ്കിൽ ഓണത്തിന് 1 കിലോ വെളിച്ചെണ്ണ 600 രൂപയ്ക്ക് മുകളിലെത്താനാണ് സാധ്യത. ഈ 1 വർഷമായിട്ട് തേങ്ങയുടെ ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തന്നെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൊരു വീട്ടിലൊരു അമ്മമാരും പെങ്ങന്മാരെല്ലാം ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്ന കൂലി ഒരു 500 രൂപ കൂലി ഇട്ടവർ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തന്നെയായി. അതുപോലെ നാളികേരത്തിന് എന്തെങ്കിലും ഒരു വില വ്യത്യാസം വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ നിന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അവർക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്കൊരു ബിസിനസ് കൂടുതൽ വരും. കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്വന്തമായി മില്ലുകൾ നടത്തി പ്രാദേശികമായി കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് എണ്ണയാട്ടുന്നത്. ചെറുകിട നാളികേര കർഷകർക്കും മില്ലുടമകൾക്കും സർക്കാർ സംവിധാനങ്ങൾ വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് മില്ലുടമകളും കർഷകരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, തിരുവല്ലുവാമല. നാലമ്പല ദർശനത്തിന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. കർക്കിടക മാസാചരണത്തിന്റെ അവസാന ഞായറാഴ്ചയായി ഇന്ന് സംഗമേശ്വരനെ ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. മഴ മാറി നിന്നതും ഭക്തർക്ക് ദർശനത്തിന് ആശ്വാസമായി. ഭക്തർക്ക് മഴയും വെയിലും കൊള്ളാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വലിയ പന്തൽ ക്ഷേത്രത്തിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. പന്തലിൽ ഇരിക്കാനും ഭക്തർക്ക് സൗകര്യമുണ്ട്. ഭക്തർക്കായി ഫസ്റ്റ് എയ്ഡ്, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളും നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. സഫാരി പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുവോളജിക്കൽ പാർക്ക് കൂടുതൽ സന്ദർശക സൗഹൃദമാക്കുന്നതിനായി പല നൂതന പദ്ധതികളും പാർക്ക് തുറക്കുന്നതോടൊപ്പം ഒരുക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരും വനംവകുപ്പും. ഇതിനു പുറമെ പെറ്റ് സൂ, വെർച്വൽ സൂ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. സംവിധാനം വെച്ച് കാണുന്നതല്ല, നേരെ മറിച്ച് അവർക്ക് യാത്ര ചെയ്യാനും അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ തൊട്ടു നിന്ന് കാണാനും ആ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാക്കാവുന്ന, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഞാനും സ്പെഷ്യൽ ഓഫീസറും ഉള്ളപ്പോൾ പറഞ്ഞത് 45 മിനിറ്റോളം അതിനകത്ത് യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഒപ്പമാണ് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറയുന്ന സൂ സഫാരി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്. നേരത്തെ നെയ്യാറിൽ ലയൺ സഫാരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ആ വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ സഫാരിയുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് ആളുകളെ കുറെ കൂടി പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥർ ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടുകയാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ. സോഷ്യലിസ്റ്റ് നേതാവ് സാൻഡർ K. തോമസിന്റെ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി K. രാജൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട മാള കാർമൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേലിനും പുരസ്കാരം നൽകി. അനുസ്മരണ സമിതി ചെയർമാൻ ജെയ്സൺ മാണി അധ്യക്ഷനായി. VR സുനിൽകുമാർ MLA, RJD സംസ്ഥാന സെക്രട്ടറി യുജിൻ മോറലി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ്, CBK തോമസ്, MP ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 5 ലക്ഷം പട്ടയങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയുണ്ടായി. 5 ലക്ഷം പട്ടയങ്ങൾ 5 ലക്ഷം കുടുംബങ്ങളാണ്
അവരുടെ പനി ബാധിച്ച വിദ്യാർത്ഥിനി മരിച്ചു. പുത്തൻപീടിക സ്വദേശി തേക്കാനത്ത് ബിജുവിന്റെ മകൾ 19 വയസ്സുള്ള അലക്സിയയാണ് മരിച്ചത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഫാം ഡി വിദ്യാർത്ഥിനിയായിരുന്നു. നാട്ടുകാർക്ക് പ്രയോജനമില്ലാതെ കടവല്ലൂർ പഞ്ചായത്തിലെ 4 കമ്മ്യൂണിറ്റി ഹാളുകൾ. പഞ്ചായത്ത് പരിപാടികളും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം, കടവല്ലൂർ വട്ടമാവ്, തിപ്പിലിശ്ശേരി കസ്തൂർബ നഗർ, വടക്കേ കോട്ടോൽ, ഉന്നതി എന്നിവിടങ്ങളിലാണ് ഹാളുകളുള്ളത്. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ സദ്യകൾ നടത്താൻ കുറഞ്ഞ ചെലവിൽ ഹാൾ നൽകുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്ക് ഹാളുകൾ ലഭിക്കുന്നില്ല. കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാൾ 4 വർഷം മുൻപ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി. അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വട്ടമാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. കോട്ടോൽ ഉന്നതിയിലെ ഹാൾ അതീവ ശോച്യാവസ്ഥയിലാണ്. തിപ്പിലശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. ട്രാൻസ്ജെൻഡർ എഴുത്തുകാരി വിജയരാജ മല്ലികയുടെ മത്തമയൂരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അയ്യന്തോളിൽ നടന്നു. എഴുത്തുകാരി സുജാത വാര്യർ, അധ്യാപികയും എഴുത്തുകാരിയുമായ ലിംസി ആന്റണിക്ക് ആദ്യപ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നവാസ് M ഖാദർ, സ്മിത കോടനാട്, ശ്രുതി വൈലത്തൂർ, ഡോക്ടർ ശോഭ ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. 16 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി നജീബിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പോർക്കുളത്തേക്ക് പോവുകയായിരുന്ന കുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനു ശേഷം ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. സംഭവം കുട്ടി അറിയിച്ചതിനെ തുടർന്ന് പ്രിൻസിപ്പാളാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, റിട്ടയർഡ് കേണൽ റജീന, കവി ശശികുമാർ, എരുമപ്പെട്ടി നാരായണൻ, കോടനാട് എന്നിവർ സംസാരിച്ചു. റഷീദ് എരുമപ്പെട്ടി, KP ജയൻ, KA ഹരിതലി, KR രാധിക, നസീമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ചരിത്രത്തിൽ നിന്ന് ഒരു ചുക്കും പഠിക്കുന്നു. കുന്നംകുളത്ത് നടന്ന ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി കാൽഡിയാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. അണ്ടർ 16 വിഭാഗത്തിൽ 600 മീറ്ററിൽ ആദികൃഷ്ണയും, 1000 600 മീറ്ററിൽ PP ആനയും, 200 മീറ്ററിൽ TS അഭിറാമും സ്വർണം നേടി. 80 മീറ്റർ ഹഡിൽസിലും ആദികൃഷ്ണൻ സ്വർണം കരസ്ഥമാക്കി. അണ്ടർ 18 വിഭാഗം 200 മീറ്ററിൽ ആദിത്യ ഷൈനും, ഹൈജമ്പിൽ PS മിലനും സ്വർണം മെഡൽ നേടി. 400 മീറ്ററിൽ ശ്രീറാം വേണുഗോപാൽ സിൽവറും കരസ്ഥമാക്കി. കാറ്റിനും വെളിച്ചത്തിനും രജീഷിന്റെ വീട്ടിലേക്ക് സുസ്വാഗതം. പ്രകൃതിയെ പരമാവധി വേദനിപ്പിക്കാതെ ഒരു വീട് പണിയണമെന്ന ചിന്തയാണ് രജീഷ് എന്ന ചെറുപ്പക്കാരനെ ഈ വീട്ടിലേക്ക് വഴി കാണിച്ചത്. ധനകാര്യ വകുപ്പിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായ രജീഷ് സ്വന്തമായി വീട് നിർമ്മിക്കും മുൻപേ മനസ്സിൽ വീട് പണിതുയർത്തിയിരുന്നു. വീടിനും ഒരു ആത്മാവ് വേണം, പരമാവധി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണം, യഥേഷ്ടം കാറ്റും വെളിച്ചവും വേണം. ഇതായിരുന്നു രജീഷിന്റെ സ്വപ്നം. അങ്ങനെയാണ് രജീഷ് ശാന്തിലാലിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശാന്തിലാൽ രജീഷിന്റെ സ്വപ്നഗൃഹത്തിന് രൂപവും ഭാവവും നൽകി. സിമന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിലുള്ള സുർക്കി മിശ്രിതമാണ് നിർമ്മാണത്തിനായി കൂടുതലും ഉപയോഗിച്ചത്. പഴയ മരം, ഓട് എന്നിവയും വീടിനു വേണ്ടി ഉപയോഗിച്ചു. വായുവും വെളിച്ചവും നേരിട്ട് കടന്നെത്തുന്ന വിധമാണ് വീടിന്റെ ഘടന. പരമാവധി കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ ജാളി വർക്കും പിന്നെ ഈ ജനാലുകളെല്ലാം വളരെ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഏത് ചൂടത്ത് നമ്മൾ പുറത്തുനിന്ന് വന്നാലും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഉണ്ടാവും. പണ്ട് നമ്മുടെ വീടുകളെല്ലാം യൂസ് ചെയ്തിരുന്നത്
ഈ ഒരു മിശ്രിതം യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടിയിരുന്നത് ഇങ്ങനെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പഴയ സിസ്റ്റം ചൂട് കുറയ്ക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1.5 വർഷം കൊണ്ടാണ് 2700 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് നിർമ്മിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ രജീഷ് എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാർഷിക മേഖലയിൽ നൂതനാശയങ്ങളിലൂടെ കൃഷിയിടത്തിൽ കൂടുതൽ വരുമാനം നേടി കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് തിരുവില്ലാമലയിലെ കുറുമങ്ങാട്ട് പാടശേഖരം. 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന നെൽവയലാണ് പാടശേഖര സമിതിക്ക് കീഴിൽ വരുന്നത്. 25 വർഷത്തിലധികമായി നെൽകർഷകർക്ക് വേണ്ട നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന തൃശൂർ ജില്ലയിലെ ഏക പാടശേഖരമാണ് കുറുമങ്ങാട്ട് പാടശേഖര സമിതി. ഇത്തവണ വയലിൽ നെൽകൃഷിയോടൊപ്പം തന്നെ വരമ്പുകളിൽ ചെണ്ടുമല്ലി കൃഷിയും വെണ്ട, പയർ, പാവൽ, വഴുതന തുടങ്ങിയ പച്ചക്കറി കൃഷികളും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും പരിപാലിച്ചു വരുന്നത്. തിരുവില്ലാമല കൃഷിഭവനാണ് ചെണ്ടുമല്ലി പച്ചക്കറി തൈകൾ സമിതിക്ക് നൽകിയത്. സ്വന്തം ആവശ്യത്തിനു പുറമെ പച്ചക്കറി തിരുവില്ലാമല മാർക്കറ്റിൽ നൽകുന്നുണ്ട്. ചെണ്ടുമല്ലിപ്പൂവും തിരുവില്ലാമലയിലെ പൂക്കടകളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. നെൽകൃഷിയിൽ നിന്നുള്ള വരുമാനം കൂടാതെ ഇതൊരു അധിക വരുമാനവും കൂടിയാണ് കർഷകർക്ക്. തിരുവില്ലാമല കൃഷി ഓഫീസർ വിവേക്, ബിനോയ്, റാണി, സജിത തുടങ്ങിയ കൃഷി ഓഫീസ് ജീവനക്കാരുടെ നിർദ്ദേശവും സഹായവും നൽകുന്നുണ്ട്. തുടർവർഷങ്ങളിലും ഇതുതന്നെ തുടരാനാണ് കർഷകരുടെ തീരുമാനം. പാടവരമ്പുകളിൽ പൂക്കൃഷി ചെയ്യുന്നതിനാൽ കീടങ്ങൾ പൂവിലേക്ക് ആകർഷിക്കുകയും അതുമൂലം നെൽകൃഷിക്ക് കീടങ്ങളുടെ ആക്രമണം കുറവാകുകയും അതുമൂലം കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറിയും കർഷകനുമായ രാമകൃഷ്ണൻ പറയുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. പാറലക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രക്കുളം മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. ക്ഷേത്രക്കുളത്തിന് സമീപത്തു കൂടി പോകുന്ന റോഡിനോട് ചേർന്നുള്ള മതിലാണ് കുളത്തിലേക്ക് ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിഞ്ഞതിനാൽ സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്റ്റ് ലൈറ്റ് അപകടാവസ്ഥയിലായി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് സജി തെലനാട് നേതൃത്വം നൽകി. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. അഖിലാഷ് പാഞ്ഞാൾ, T മുകുന്ദൻ, C ശ്രീകുമാർ, PC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശമംഗലം തലശ്ശേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചു. സംഭവത്തിൽ ഒരാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. തലശ്ശേരി സ്വദേശി മോഹനനാണ് തലയ്ക്കടിയേറ്റത്. മോഹനന്റെ പരാതിയിൽ ഷിഹാബ് എന്നയാൾക്കെതിരെ കേസെടുത്തു. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മോഹനൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗാർഹിക പീഡന കേസിൽ പ്രതിയായ കടങ്ങോട് പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ഭാര്യയെ നടുറോഡിൽ ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത മെമ്പർക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ പറഞ്ഞു. മായനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ കമ്മിറ്റി അംഗത്വം ദിനാചരണം നടത്തി. ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 83 സ്വയം സഹായ സംഘങ്ങളിലേക്കുള്ള അംഗത്വ വിതരണമാണ് നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് TK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, സുധാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ടതായി. 20 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയവർ നിരവധി സേവന പ്രവർത്തനങ്ങളും നടത്തി. ഒരിക്കൽ കൂടി എന്ന പേരിലാണ് സമരിറ്റൻസ് 2005 ബാച്ച് ഒത്തുചേർന്നത്.
പഠിച്ചിറങ്ങിയ ക്ലാസ് മുറികളിലൂടെ 2 പതിറ്റാണ്ടിന്റെ ഓർമ്മച്ചപ്പുകൾ തുറന്നാണ് സംഗമത്തിന് തുടക്കമിട്ടത്. സംഗമത്തിന് മുന്നോടിയായി സ്കൂളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി സ്പന്ദനം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ അനുബന്ധ സ്ഥാപനമായ അൻസാർ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇത്തിരി നേരം ഒത്തിരി സന്തോഷമായി എന്ന പരിപാടിയും നടത്തി. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികളായ അമ്മമാർക്കൊപ്പം സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ സാഹിറ അഹമ്മദ്, അനിൽകുമാർ, ഷൈജി, സഫിയ ഷംസുദ്ദീൻ, KP അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാരിറ്റൻസ് ടീം അംഗങ്ങളായ സുഹൈൽ ഇസ്മായിൽ, ഫസൽ ഉസ്മാൻ, ഷിനി നിയാസ് എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, കുന്നംകുളം. മാള കെയർ ഹോം പദ്ധതി കൂട്ടായ്മയിലെ പ്രേമവല്ലിയുടെ പിറന്നാൾ ആഘോഷത്തിന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും കുടുംബവും എത്തി. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് മാള പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നപ്പോഴാണ് കെയർ ഹോം പദ്ധതി ആരംഭിച്ചത്. 100ഓളം വരുന്ന വയോധികർ ഈ പദ്ധതിയുടെ ഭാഗമായി മാസത്തിലൊരിക്കൽ ഒത്തുകൂടാറുണ്ട്. ഈ കൂട്ടായ്മയിലെ പ്രേമവല്ലിയുടെ 77ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. കാഴ്ചക്കുറവുള്ള പ്രേമവല്ലിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു പിറന്നാളിന് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ സുരേന്ദ്രൻ മങ്ങാട്ട് വേണമെന്നത്. 2020 കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പിറന്നാൾ ആഘോഷത്തിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ടും ഭാര്യ സ്മിതയും മകനും പ്രേമവല്ലിക്ക് ആശംസ നേടാനെത്തിയത്. തെക്കുംകര പഞ്ചായത്തിൽ പോത്തുകുട്ടി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വാർഡ് മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി, AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. പെരിങ്ങോട്ടുകര ജുമാ മസ്ജിദിന് മുന്നിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ OS അഷ്റഫ്, ഷീജ സദാനന്ദൻ, മീന സുനിൽ, സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് അന്തിമഹാളൻ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ ജപവും 1001 കുടം ജലധാര സമർപ്പണവും നടന്നു. അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ ഭാഗമായാണ് പൂജാകർമ്മങ്ങൾ നടത്തിയത്. വിശ്വംഭരൻ സ്വാമി മുഖ്യ കാർമ്മികനായി. തുടർന്ന് അന്നദാനവും നടന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 15-ന് വടക്കാഞ്ചേരിയിൽ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അബാൽ മണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം മിഥുൻ ലാൽ, വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മാനേജർ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി MV വിനീത് എന്നിവർ ജാഥ നയിച്ചു. ചുങ്കം സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ 16ാം വർഷവും കർക്കിടകത്തിൽ അർഹരായ 600 കുടുംബങ്ങൾക്ക് അരി അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത് അന്തിക്കാട് സ്വദേശി കുരിക്കപ്പീടിക ഉമ്മർ 5 കിലോ അരി അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. 1,50,000 രൂപ ഇതിനായി ചിലവഴിച്ചു. ജാതിമത വേർതിരിവുകളില്ലാതെയാണ് അർഹരെ കണ്ടെത്തിയത്. അന്തിക്കാട് ആൽ സെന്ററിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഇദ്ദേഹം അതിൽ നിന്നുള്ള ഒരു വിഹിതം സ്വരുക്കൂട്ടിയാണ് കാരുണ്യ പ്രവർത്തനം ചെയ്തുവരുന്നത്. മുൻ ആയുർവേദ ഡയറക്ടർ ഡോക്ടർ PR പ്രേംലാൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വല്ലപ്പാട് ചന്തപ്പടി സ്വദേശിയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പൂർത്തിയാക്കി. തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലയിൽ ആയുർവേദ ചികിത്സകനായും വിഷവൈദ്യനായും സേവനം ചെയ്തു. രോഗികളോടുള്ള സമീപനം അദ്ദേഹത്തെ ജനകീയ ഡോക്ടറാക്കി മാറ്റി. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജോയിന്റ് ഡയറക്ടർ, ആയുർവേദ ഡയറക്ടർ എന്നീ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു. ഇദ്ദേഹം ആയുർവേദ ഡയറക്ടറായ കാലഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100-ലധികം പുതിയ ആയുർവേദ ആശുപത്രികൾ സ്ഥാപിച്ചത്. മാസങ്ങളായി വെള്ളം കയറി ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന മനക്കുടി പുള്ളു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാർഗം തെളിയുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. അരുമ്പൂർ പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാൻ K രാഗേഷിന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, കൃഷ്ണങ്കോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് TV വിദ്യാധരൻ എന്നിവർ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം
പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടത്. റോഡ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സംസാരിക്കുകയും റിപ്പോർട്ടിന്റെ വിവരങ്ങൾ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. 3 വർഷമായിട്ടും ഇനിയും റിപ്പോർട്ട് തയ്യാറാക്കി നൽകാത്തത് അനുവദിക്കാനാകില്ലെന്നും അടിയന്തരമായി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഓഫീസർക്ക് കൈമാറണമെന്നും മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. 1200 മീറ്റർ PWD റോഡ് വെള്ളക്കെട്ട് മൂലം 75 ദിവസം അടച്ചിടേണ്ടി വന്നിരുന്നു. തൃപ്രയാർ, കാട്ടൂർ, പഴുവിൽ മേഖലയിലുള്ളവർക്ക് ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെത്താൻ എളുപ്പമാർഗമാണ് ഈ റോഡ്. നിരവധി സന്ദർശകരെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് ജലസവാരി കേന്ദ്രവും താമരപ്പാടവും ഈ റോഡിന്റെ അരികിലാണ്. വെള്ളക്കെട്ട് മൂലം PWD റോഡിന്റെ സമീപത്തുള്ള വാരിയംകോൾ, അഞ്ചുമുറി, വിളക്കുമാടം എന്നീ കോൾപ്പാടങ്ങളിൽ കൃഷി ഇറക്കാനും കാലതാമസമുണ്ടായി. TCV തൃശൂർ. പഴയന്നൂരിൽ വയോധികനെ കാണുവാനില്ല. വടക്കേത്തറ ചിറക്കൽ വീട്ടിൽ PC കുമാരനെയാണ് കാണാതായത്. പ്രഭാത സവാരിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ കുമാരൻ ഗായത്രിപ്പുഴയിൽ അകപ്പെട്ടുവെന്ന സംശയം. ഗായത്രിപ്പുഴയുടെ ചീരക്കുഴി പാലത്തിന് സമീപം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി. ബന്ധുക്കളുടെ പരാതിയിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വര എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം പൂരാഘോഷ കമ്മിറ്റികൾ സംയുക്തമായാണ് ചടങ്ങുകൾ നടത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി എരുമപ്പെട്ടി മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അംഗത്വ ദിനാചരണവും പഠന ക്ലാസും നടത്തി. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷനായി. ട്രഷറർ PV ഇന്ദിര, ജോയിന്റ് സെക്രട്ടറി KB മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അങ്കമാലി റോട്ടറി ക്ലബിന്റെ ആദിവാസികൾക്കായുള്ള ആശാ പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ഉന്നതിയിൽ നടന്ന ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി PM മനോജ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പുതുക്കി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ വീട്ടമ്മ രാധാമണിക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള വിവിധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിരോഷ് രാജൻ പൊന്നമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ EP ജയചന്ദ്രൻ വെള്ളിക്കുളങ്ങര, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥ സവിത ജോയ്, ഊരുമുപ്പൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും നടത്തി. ക്ഷേത്ര മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ രവീന്ദ്രൻ കരിമ്പറമ്പിൽ, ഷജിൽ കരിമ്പറമ്പിൽ, ബിനോയ് പാണമ്പറമ്പിൽ, നന്ദകുമാർ കുര്യങ്കോട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് നടന്ന 7ാമത് സംസ്ഥാന അമച്വർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ ആദൂർ സ്വദേശിനി MR റെനീസ വെള്ളി മെഡൽ നേടി. തൃശൂർ വിമല കോളേജിൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയും ആദൂർ മാനത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകളുമാണ്. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. തുടർന്ന് പുത്തരി നിവേദ്യവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മുരാരി വെളമ്പത്ത, പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ചന്ദ്രാപിന്നി NSS ഹാളിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുർമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി അണിമംഗലം വല്ലഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് K നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
ജനശ്രീ മിഷൻ എരുമപ്പെട്ടി മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനശ്രീ ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സഭാ ചെയർപേഴ്സൺ സിജി ജോൺ അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, അജു നെല്ലുവായ്, NK കബീർ തുടങ്ങിയവർ സംസാരിച്ചു. കലൂർ ഞെളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. 8.5 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. ക്ഷേത്രം ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനം വകുപ്പിന്റെ റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. BJP പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാൻ ദിനാചരണം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ ഞാറ്റുകെട്ടി അധ്യക്ഷനായി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, KB അജയ് ഘോഷ്, KR വിദ്യാസാഗർ, KG സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണം കടുപ്പിച്ച CPI. തൃശൂരിൽ വാടക വീടെടുത്ത് വോട്ട് ചേർച്ചത് ഗൌരവതരമാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതിയുമായി KS. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂരിൽ വ്യാജ മേൽവിലാസങ്ങൾ നൽകി വോട്ടുകൾ ചേർത്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും MA ബേബി. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. സാധാരണക്കാർ ദുരിതത്തിൽ. ഓണത്തിന് വില ഉയരുമെന്ന് വ്യാപാരി. നാലമ്പല ദർശനത്തിന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. സംഗമേശ്വരനെ ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാൻ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. അടുത്ത ഘട്ടത്തിൽ പെറ്റ് വെർച്വൽ സൂകളും ഒരുങ്ങും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.